വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ലുലുവിൽ പോയിരിക്കുകയാണ്. കുട്ടികൾ കുറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോയതാട്ടോ. ഈ ബാക്ക് ടു സ്കൂൾ അവസാനിക്കുന്ന ഡേയിലാണ് ഞങ്ങൾ പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫാഷൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ബാക്ക് ടു സ്കൂളിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിൽസൊക്കെ നോക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ കുട്ടികൾക്കുള്ളത് 2 പേർക്കുള്ളത് ഓൾറെഡി നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഉപയോഗിച്ചത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ പുതിയ ആളുണ്ടല്ലോ അബിഗേൽ. അപ്പോൾ അബിഗേലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും മേടിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയിട്ടും ഞങ്ങൾക്ക് അത്ര ഭയങ്കര വിലയായിട്ടും തോന്നി, പിന്നെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇത്, ഈ ബാക്ക് ടു സ്കൂളിൻ്റെ ഇതുപോലെ. എന്നാൽ വില നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ വിലയൊന്നും പറയാനും പറ്റത്തില്ല. ഇതിപ്പോൾ മറ്റേ ബാർബിയുടെയൊക്കെ ഒരു സെറ്റായിട്ടാണ്. ഇതിനകത്തൊക്കെ ബോക്സും പൗച്ചും പെന്നും പെൻസിലും മോൾ ഐറ്റംസൊക്കെ ഉള്ള ഒരു കോംബോ പോലെയാണ്. കോംബോ സെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു, ഈ കളർ പെൻസിലുകളൊക്കെ പോലത്തെ. പിന്നെ അതേ ടിഫിൻ ബോക്സുകളും തന്നെ പല ടൈപ്പ് ഓഫ് ഉണ്ടായിരുന്നു. ഈ സ്നാക്ക് ബോക്സ് ഉണ്ടായിരുന്നു, പിന്നെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ഷേപ്പിലും പല ഇതിലും കൂടുതലും ഉള്ളിൽ സ്റ്റീൽ വെച്ചിട്ടുള്ള ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ നോക്കിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു, ഉള്ളിൽ സ്റ്റീലുള്ളതായിരിക്കണം. ബോട്ടിലാണെങ്കിലും ഉള്ളിൽ ഇൻസൈഡ് നമുക്ക് സ്റ്റീലുള്ളതായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് എപ്പോഴും ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോഴും അത് തന്നെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളതിൽ നല്ലത് നോക്കി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും മമ്മിയും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് വെച്ച് നോക്കും, പിന്നെ വെയിറ്റ്, അതായത് കൊച്ചിന് ഒരുപാട് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ള രീതിയിൽ വെയിറ്റും ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമുക്ക് ഈ LKG ആയതുകൊണ്ട് തന്നെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് കൊടുത്തു വിടാൻ പറ്റിയ ഒരു സ്പേസ് ഉള്ള രീതിയിലുള്ളൊരു കണ്ടെയ്നറായിരിക്കണം, പിന്നെ അവൾക്ക് കഴിക്കാനും പറ്റണം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പം എല്ലാം നമ്മൾ എടുക്കുന്നതാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും അവളെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അവൾക്കത് ഇഷ്ടപ്പെടില്ല. നോ ബാഡ് എന്ന് പറയും. പിന്നെ ഞാൻ എല്ലാം ഓടിച്ചൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ബാഗുകളാണ്. പിന്നെ ബുക്സൊക്കെ കവർ ചെയ്യാനുള്ള റാപ്പറുണ്ട്. പിന്നെ ഈ കോംബോ ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്കെയില്, റബ്ബർ, പെൻസിൽ, പേന, പിന്നെ അതിൻ്റെയൊക്കെ ഓരോ പാക്കറ്റുകൾ, പിന്നെ പൗച്ചുകൾ. ഏകദേശം അതിൻ്റെയൊക്കെ വിലയും അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പൗച്ചുകളായിരുന്നു, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നാളൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, നന്നായി സൂക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ അതുപോലത്തെ പൗച്ചുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വിലയൊക്കെ വരുന്നത്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല കളർഫുള്ളുമായിട്ടുള്ള പൗച്ചുകളായിരുന്നു എല്ലാം തന്നെ. ഇതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ കുറേ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. ബാഗുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വില തോന്നിയായിരുന്നു കേട്ടോ. ഒരു 1500, 1200 റേഞ്ചിലൊക്കെ ബാഗുകളായിരുന്നു കൂടുതലും. നോർമൽ ബാഗുകളല്ലാണ്ട് കുട്ടികളുടെ ബാഗിനും തന്നെ അങ്ങനത്തെ വിലയൊക്കെ തോന്നിയായിരുന്നു. ഏകദേശം ഞാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ വിലകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഒരു റേഞ്ച് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ബാഗുകളായതുകൊണ്ട് തന്നെ നോർമൽ റേറ്റും ഇത്രയൊക്കെ തന്നെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ ഫാഷൻ സ്റ്റോറിലേക്ക് അങ്ങോട്ട് കയറുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളൊന്നും തോന്നിയില്ല. എങ്കിലും എന്ന് വെച്ചാൽ നമ്മളൊരു മോർണിംഗിൽ തന്നെ ചെന്നതുകൊണ്ടേ നമുക്ക് അധികം ആരും തോന്നിയില്ല. അങ്ങനെ അബി അങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അവളിങ്ങനെ ഒരുപാട് നാൾ കൂടിയിട്ട് ഇങ്ങനെ വലിയ ഷോപ്പിലേക്ക് കയറിയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നിരത്തിയിട്ടിരിക്കുന്ന ഓഫറുള്ള ഐറ്റംസൊക്കെയാണ് കാണുന്നത്.
ക്യാപ്പ്, കുറച്ച് ചപ്പൽസും സോക്സുകളും കാര്യങ്ങളൊക്കെ. ഞങ്ങളത് ജസ്റ്റ് ഒന്നിങ്ങനെ വ്യൂ ചെയ്ത് പോയിട്ട് ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് പോയി. കാരണം പിന്നീട് ജസ്റ്റ് അകത്തേക്ക് കയറി. അങ്ങനെ അബിഗയിൽ പിന്നെ നമ്മുടെ അബിഗയിൽ അങ്ങോട്ട് കയറിപ്പോയിട്ട് പിന്നെ അങ്ങോട്ട് കാണുന്നുണ്ടായില്ല. ആക്ച്വലി അബിഗയിൽ അങ്ങ് ഓടിപ്പോയി. പിന്നെ കണ്ട അബിഗയിലിന് പുറകെ തപ്പി നടക്കാനായിരുന്നു പിന്നെ പണി. അപ്പം പിന്നെ അബിവാവയുടെ പുറകിലേക്കൊന്ന് പോകാൻ ആളുകളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്കുള്ള ഒരു എൻട്രിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പറ്റിയ ഫ്രോക്കുകൾ, സെറ്റുകളൊക്കെ കണ്ടു. നമുക്കവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കുട്ടികളുടെ സെക്ഷൻ തന്നെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബേബിക്കുള്ള ഐറ്റംസൊക്കെയാണ് നോക്കിയത്. വരാൻ പോകുന്ന ബേബിക്കുള്ള ഐറ്റംസ് നോക്കി. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലത്തെ ഈ ഫുൾ കവർ ചെയ്തേക്കുന്ന ഡ്രസ്സുകൾ നോക്കി. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് വിലയൊന്നും തോന്നിയില്ല. ഒരു 399 ഒക്കെ ആയിട്ട് തോന്നി. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് എന്തായാലും വേണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ 1-2 ഐറ്റംസൊക്കെ എടുത്തായിരുന്നു കുഞ്ഞു ബേബിക്കുള്ളത്. ഇത് അധികം വിലയൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ എനിക്ക്. കാരണം നമ്മൾ ഈ പോപ്പീസിലും ഫസ്റ്റ് ക്രൈയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് വിലയായിട്ട് തോന്നും. പക്ഷെ അത്രയും വില എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയണം. പക്ഷേ ഐറ്റംസ് വളരെ കുറവായിരുന്നു. ഈ ഫുൾ കവറേജ് ചെയ്തിട്ടുള്ള ഈ പാൻറ്റോട് കൂടിയിട്ടുള്ള ഈ റോംബർ സെറ്റുകളൊക്കെ ഭയങ്കര എണ്ണം വളരെ വളരെ കുറവായിരുന്നു. ഒരു 2-3 എണ്ണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. പിന്നെ ഹാഫായിട്ടുള്ളത് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ സൈസ് കുറച്ചുകൂടി വലിയ സൈസായിരുന്നു. ഞങ്ങൾ കുറേ തപ്പിയായിരുന്നു അവിടെ ഇരുന്നുണ്ട്. പക്ഷേ ഒന്നും നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്തതാണ് ഈ ഐറ്റം എടുത്തു. പിന്നെ ഇത് കുട്ടികളുടെ ജീൻസാണ്, ജീൻസിൻ്റെ സെക്ഷനായിരുന്നു. അപ്പം അതിലൊക്കെ ഞാൻ കുറേ തപ്പി. പക്ഷെ നമുക്ക് അവരുടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീൻസിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ ഇരുന്ന് ഓരോന്ന് എടുത്ത് നോക്കേണ്ട ഗതികേട് വന്നു. കാരണം പലതും പല സ്റ്റൈൽ ഓഫ് ജീൻസുകളായിരുന്നു. അവിടെ മിക്സഡ് സ്റ്റൈൽ ഓഫ് ജീൻസുകളാണ് അവിടെ ഇരുന്നേച്ചത്. അപ്പോൾ ഓരോന്ന് പെറുക്കിയെടുത്ത് നോക്കാനൊന്നും നമുക്ക് പറ്റുന്നുണ്ടായില്ല. കാരണം കുട്ടികളൊക്കെ പലതും പല വഴി പോയി. അവരൊക്കെ ഓരോന്ന് നോക്കാൻ പോയി. അപ്പോൾ പലരും പല വഴിയിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ജീൻസ് 1-2 എണ്ണമൊക്കെ എടുത്തായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ, പിന്നെ അവരുടെ സൈസ് അതിൽ കൊടുത്തിരിക്കുന്ന സൈസും നമുക്കിപ്പോൾ കൊച്ചിൻ്റെ സൈസും നമ്മൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഡൗട്ട് വരുന്നതായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഈസി ആയിട്ട് പോയി എടുക്കാനും പറ്റത്തില്ല. പിന്നെ എനിക്ക് ഈ സ്കിന്നി ആയിട്ടുള്ള ജീൻസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അത് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാർഗോ സ്റ്റൈല് ലൂസ് ജീൻസ് ടൈപ്പൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് എണ്ണം കുറവായിരുന്നു എന്ന് തന്നെ പറയണം. പിന്നെ ഇവരുടെ സൈസിനൊത്ത് നമുക്ക് കിട്ടണമല്ലോ. പിന്നെ അതേ ഇത് ബോട്ടം ടൈപ്പ് പാൻറ്റ് സെക്ഷൻ, ബനിയൻ സെക്ഷൻ, ടോപ്പ് സെക്ഷനൊക്കെയായിരുന്നു. അത് പല സൈസിലുള്ളതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കുട്ടികളുടെ ടോയുടെ സെക്ഷനും കുട്ടികളുടെ ഡ്രസ്സിൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിതുപോലുള്ള അവർക്ക് യൂട്ടിലൈസ് ആയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണല്ലോ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുഞ്ഞു ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസും ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ടർക്കിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ന്യൂ ബോൺ ബേബിക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടിയൊക്കെ നല്ല സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ തപ്പി നോക്കി നന്നായിട്ട്. ആക്ച്വലി ഞങ്ങൾ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കൂടുതലും വാങ്ങാൻ പറ്റിയത്. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. നമുക്ക് ബേബി കരിയർ അതിനോടടുത്ത് തന്നെയായിരുന്നു ന്യൂ ബോൺ ഐറ്റംസിൻ്റെ ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത്. ടർക്കി പിന്നെ അവർക്കുള്ള ബ്ലാങ്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബ്ലാങ്കറ്റ്സും ടർക്കിയുടെയൊക്കെ ഒരു സെക്ഷനായിരുന്നു. പിന്നെ സ്വാഡിൽസും ഒക്കെ ആയിട്ട്. അപ്പം ഞാനിതെല്ലാം എടുത്തിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തൊട്ട് നോക്കുമ്പം സ്പണ്ണി ആയിട്ടുള്ളത് നോക്കിയായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊട്ടക്ടർ പോലത്തെ ഷീറ്റുകളും കൂടുതലും ടർക്കിയും ബ്ലാങ്കറ്റ്സും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ സെക്ഷനിൽ ഇരുന്നേച്ചത്. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്ലാങ്കറ്റ്സൊക്കെയാണ് താഴെ കാണുന്നത്. അതിൽ ഞങ്ങളൊരു ഗ്രീൻ ബ്ലാങ്കറ്റ്സ് ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ സ്വാഡിൽസുമായിരുന്നു. പിന്നെ മുകളിൽ കാണുന്നത് കൂടുതലും പല മെറ്റീരിയൽ വെച്ചിട്ടുള്ള ടർക്കികളായിരുന്നു. കുറച്ച് കട്ടിയായിട്ടുള്ളത്, വൂളൻ ടൈപ്പ്, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ ആയിട്ട്.
ആയിട്ടുള്ളൊരു സ്വാഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വേറെ കടയിലൊന്നും ചെന്നിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇത് കണ്ടില്ലായിരുന്നു. അത്യാവശ്യം വലുതുമായിരുന്നു, വലിപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഡിൽ നമുക്ക് പൊതിഞ്ഞ് കൊച്ചിനെ കിടത്താനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ആ സ്വാഡിൽ എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിൽ 2 എന്തോ ആണ്, 300 എബോവ് എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിരുന്നത് 2 എന്നാലും ഒരുപാട് റേറ്റായിട്ട് തോന്നിയില്ല കേട്ടോ നമുക്ക്. നമ്മൾ വേറെ കടകളിലൊക്കെ ചെന്നപ്പോഴും നമുക്കൊരുപാട് റേറ്റായിട്ട് തോന്നി. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലുലു എന്നുള്ള ഈ കുഞ്ഞു ബേബിയുടെ ഐറ്റംസ് ഒന്നും അത്ര റേറ്റ് കൂടുതലായിട്ട് തോന്നിയില്ല. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇതൊക്കെ സെപ്പറേറ്റ് സെറ്റായിരുന്നു കേട്ടോ. അതായത് ഒരു ബനിയൻ, പിന്നെ ഒരു പാൻറ് സെക്ഷൻ, അങ്ങനെ ഒരു 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബനിയനും വേറെ, പാൻറ് വേറെ, അങ്ങനെയായിരുന്നു. ഇതും ഒരു ജോഡി നമ്മളൊരു ഗ്രീൻ കളറ് ബേബിയുടെ പപ്പ എടുത്തായിരുന്നു. ബോക്സിലേക്ക് ഒരെണ്ണം ഒരു 3-2 മന്ത്സിനുള്ള ഇടാനുള്ളതായിരുന്നു എടുത്തിരുന്നത്. തീരെ ചെറുതെടുത്തില്ല ഞങ്ങൾ, കാരണം നമ്മൾ പുറത്ത് പോക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തായിരുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയായിരുന്നു മൊത്തത്തിൽ നോക്കിയപ്പോൾ നമുക്കത് അത്ര നമ്മൾ ഉദ്ദേശിച്ച സൈസിലൊന്നും നമുക്ക് കിട്ടിയില്ല. തീരെ ചെറുതൊന്നും വേണ്ടതാനും. പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വലിപ്പം വയ്ക്കുമല്ലോ. യൂഷ്വലി ഞങ്ങളുടെ ബേബികളൊക്കെ കൂടുതലും പെട്ടെന്നിങ്ങനെ നീളം കുറവായിരിക്കും, പക്ഷെ ഉരുണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് കുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടെ എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ നോക്കിയ സൈസിലൊന്നും നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഫുൾ കവറേജ് ഡ്രസ്സുകൾ, മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇത്തിരി കൂടി വലുതായിട്ട് തോന്നി. അപ്പം നമ്മുടെ ബേബിക്ക് അതിൻ്റെ ആവശ്യം നമുക്കിനി വരുവാണെങ്കിൽ മേടിക്കാമല്ലോ. അങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഹാറ്റൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ, പിന്നെ വണ്ടി, അങ്ങനെ കുറേ. ജസ്റ്റ് ഞങ്ങൾ ഈ സെക്ഷനിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു എന്നുള്ളൂ കേട്ടോ. നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ സെക്ഷനിലൂടെ നടന്നു വന്നപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. കാരണം നമ്മുടെ മക്കളാണെങ്കിലും അവർ അവിടെ ഏതൊക്കെ സൈഡിലേക്കാണ് പോയേക്കണേന്ന് കാണുന്നുണ്ടായിരുന്നില്ല. കണ്ടത് ഇപ്പോൾ ഒരാളെ കണ്ടു. ആ ഒരാളിപ്പോൾ നമ്മുടെ ചെറിയ അബിഗേലിന് ജസ്റ്റ് ഒരു സ്ഥലത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയി നോക്കുകയാണ് എന്തെടുക്കുകയാണെന്നുള്ളത്. നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ചെറിയൊരു സ്വിങ് ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയിരിക്കുകയാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓടി നടന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളൊക്കെ, പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ തിരയുമായിരുന്നു. അപ്പോൾ കുഞ്ഞാവയുടെ അപ്പതേ വേറൊരു ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടർക്കി അപ്പയ്ക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അത് അത്യാവശ്യം കട്ടിയുമുണ്ട്. നമുക്കത് ഇങ്ങനെ സ്റ്റിക്കർ പോലെ ആ ഗമ്മിലേക്ക് ഒട്ടി നിൽക്കും. പിന്നെ അത് റാപ്പ് ചെയ്യാനായിട്ട് ചെറിയൊരു റാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നല്ല കംഫർട്ടായിട്ടിരിക്കും. കുറച്ച് കട്ടിയുമുണ്ടല്ലോ ഇപ്പോൾ ഈ മഴക്കാലവും തണുപ്പൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടർക്കിയും കൂടി അത് എടുത്തായിരുന്നു കേട്ടോ ബേബിക്ക്. പിന്നെ പല ടൈപ്പ് ഓഫ് ടർക്കി ഞങ്ങൾ കണ്ടു, പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പം അത്ര അങ്ങോട്ട് കോട്ടണായിട്ട് നമുക്ക് തോന്നിയുമില്ല. ഇത് നല്ല കോട്ടണുമാണ്, കുറച്ച് കട്ടിയുണ്ട്, കുറച്ച് സ്പോഞ്ചൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തേക്കുന്ന പോലത്തെ ഒരു ടർക്കിയായിരുന്നു. പിന്നെ കണ്ടത് നമ്മളിതുപോലത്തെ ചെറിയ സെറ്റുകളൊക്കെയാണ്. പക്ഷെ അതൊക്കെ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് മതിയാവും എന്ന് കരുതി. പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടായുള്ളൂ. ജസ്റ്റ് ഞങ്ങൾ നോക്കിയതേ ഉള്ളൂ ഇതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതേ. പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ കാണാം. പിന്നെ ഗേളാണോ ബോയ് ആണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇതൊക്കെ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ വാങ്ങിയതാട്ടോ. ഈ ലെങ്കൂട്ടി പോലത്തെ സംഭവങ്ങൾ, കുറച്ച് കട്ടിയുള്ള സ്പണ്ണിയായിട്ടുള്ളതൊക്കെ, അതും ഞങ്ങൾ വാങ്ങി. അതിന് ഏതാണ്ട് 100 സംതിങ് എന്തോ ആയിരുന്നു ഒരു പീസിന്. അതും ഞങ്ങൾ വാങ്ങിയായിരുന്നു. ഇതാ ലെങ്കോട്ടിയുടെ സെക്ഷനാണ്. അത് കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പാഡ് വെച്ചിട്ടാണ് കൂടുതലും ലെങ്കോട്ടികളൊക്കെ ഉണ്ടായിരുന്നത്, പല ഡിസൈൻസിൽ. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്, പിന്നെ നോർമലായിട്ട് സിംഗിളായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ഒരു ചെറിയ തുണി, വളരെ കട്ടി കുറഞ്ഞ ന്യൂ ബോൺ ആയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതല്ലാണ്ട് നെക്സ്റ്റ് സൈസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾ ഒരു 3 കളേഴ്സ് വെച്ചിട്ട് 3 എടുത്തിട്ടുണ്ടായിരുന്നു.
സ്പണ്ണി ആയിട്ടുള്ള ഞങ്ങളെല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ പല മോഡലിൽ പല മെറ്റീരിയലിലൊക്കെ കണ്ടായിരുന്നു. ഇതൊക്കെ പല സെക്ഷനാണ് കേട്ടോ ന്യൂ ബോൺ ബേബീസിൻ്റെ. കണ്ട ഓരോ സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം നല്ലതായിട്ട് തന്നെ തോന്നിയ. ഒരുപാട് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിലയായിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല ഒന്നും തന്നെ. പക്ഷേ ഇപ്പോൾ നമുക്ക് വലിയ കുട്ടികളുടെയൊക്കെ അത്യാവശ്യം നല്ല വിലയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസിനൊന്നും ഒരുപാട് വിലയൊന്നും തോന്നിയില്ല. പോപ്പീസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല വില തോന്നുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുമില്ല. കണ്ടേ ഒരാൾ ഇവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഓടി നടക്കാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ ടോപ്പുകളൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഇവർക്ക് വേണ്ടി എടുത്തിരുന്ന ഡ്രസ്സുകളൊക്കെ ഇവർ ഇട്ട് നോക്കിയായിരുന്നു. പക്ഷേ അപ്പോൾ അതൊക്കെ സൈസ് ഡിഫറൻസ് ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുത്ത ഡ്രസ്സുകളൊക്കെയും അവർക്ക് വേണ്ടി കളക്ട് ചെയ്ത ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ലല്ലോ. പിന്നെ എനിക്കൊരു 2 ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ ഹാഫ് സ്ലീവ് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേഗം എടുത്തു. ജസ്റ്റ് ഞാനൊന്ന് ഇട്ട് നോക്കിയില്ല. കറക്റ്റ് ഏകദേശം എൻ്റെ ഒരു സൈസാണെന്ന് എനിക്ക് ഷോൾഡറൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ആണെന്നുണ്ട് ഞാനങ്ങനെ വേഗം എടുക്കുകയാണ് ചെയ്തത്. പിന്നെ വേറെ ഡ്രസ്സൊന്നും നമുക്ക് ഒരുപാട് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. പിന്നെ കുട്ടികളാണെങ്കിൽ ഭയങ്കര തിരക്ക് പിടിക്കുമായിരുന്നു. അവർക്ക് റെഡ് ബൗണ്ടോ മുകളിൽ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം സമയവും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബില്ലടിക്കുന്ന സെക്ഷനിലേക്ക് ഭയങ്കര തിരക്കും തോന്നി. ഇത് കണ്ടോ, ഇതൊക്കെ ലേഡീസിൻ്റെ ഷർട്ട് മോഡൽ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പം ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫുൾ സ്ലീവൊക്കെ ആയതുകൊണ്ട് ഫുൾ സ്ലീവ് സ്വതവേ എല്ലാ ഫുൾ സ്ലീവൊന്നും എനിക്ക് ഇഷ്ടമല്ല. ചിലത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ട ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നടന്ന് നോക്കിയെന്നുള്ളൂ. പക്ഷെ നമുക്കത് അത്ര വലിയ ഇതൊന്നായി തോന്നിയില്ല. നല്ല നല്ല ഷർട്ടായിരുന്നു കേട്ടോ. നമുക്ക് മെറ്റീരിയൽ വൈസ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്കെന്തോ അതങ്ങോട്ട് എനിക്ക് സ്യൂട്ടല്ല എന്ന് തോന്നി. ബേബിക്ക് ഇപ്പോൾ കണ്ടോ, ബേബിക്ക് നമ്മളെടുത്തിരുന്നത് ഇതേപോലത്തെ ഒരു ബ്ലാങ്കറ്റാണ് നമ്മളെടുത്തത്. ഗ്രീൻ കളറായിരുന്നു. കാരണം പിങ്കും ബ്ലൂവും വേണ്ടെന്ന് ഞങ്ങൾ പരമാവധി തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അതിലും പിങ്കും ബ്ലൂ അല്ലാത്തൊരു കളറായിട്ട് ഞങ്ങൾ ഗ്രീൻ മാത്രമേ കണ്ടുള്ളൂ. ആ സെയിം മെറ്റീരിയൽ തന്നെ വേണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സെയിം മെറ്റീരിയലിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഗ്രീനായിരുന്നു. അങ്ങനെ ആ ഗ്രീൻ എടുത്തായിരുന്നു. അത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുട്ടികളെ അവരുടെ ഓരോ സെക്ഷൻ പാർക്കിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് കേട്ടോ പോയിട്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് തിരക്കിൻ്റെ എഫക്റ്റ് മനസ്സിലായത്. അതായത് നമുക്ക് നടന്ന് നീങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല. ഒരു കണക്കിനാണ് നമ്മൾ അകത്തേക്ക് അങ്ങോട്ട് കയറിയത് തന്നെ. ഇത് പേസ്ട്രി സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് വളരെ റേറ്റ് കുറവായിട്ട് തോന്നിയത്. നമ്മളൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു പേസ്ട്രീസ് ബോക്സ് മേടിച്ചായിരുന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല റെഡ് വെൽവെറ്റിൻ്റെ നല്ല കേക്കായിരുന്നു. പിന്നെ നമ്മളൊരു ജാപ്പനീസ് കേക്കിൻ്റെയും മേടിച്ചായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. പിന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള സാലഡ്, നമുക്ക് സെൽഫ് മിക്സ്ഡ് സാലഡ് ഉണ്ടായിരുന്നു. അത് മിക്സ് ചെയ്ത് ഞാൻ എടുത്തു. പിന്നെ 1-2 വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് എടുത്തത്. പിന്നെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് മീറ്റ് മിൻസൊക്കെ എടുത്തായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ടൂളുകൾ, അതൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇരുന്നേ ഉള്ളൂ. നമ്മൾ ഒരു കട്ടിങ് ട്രേ എടുത്ത് കണ്ട കൊച്ചിനെടുത്ത ടിഫിൻ ബോക്സും ബോട്ടിലൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. പിന്നെ നമുക്കൊരു കൂപ്പൺ കിട്ടി. അങ്ങനെ ആ കൂപ്പണിൻ്റെ ഇതിൽ നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്.